സ്വിഗ്ഗി നമുക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ട്. കാരണം കൊച്ചിയിൽ സാറ്റർഡേ സൺഡേ സ്വിഗ്ഗി ഒട്ടിച്ചവർക്ക് അറിയാം, സാറ്റർഡേ ഈവനിങ് മുതൽ സൺഡേ നൈറ്റ് വരെ റെയിൻ ചാർജ് കിട്ടിക്കൊണ്ടിരുന്നത് 45 റുപ്പീസാണ്. സാധാരണ കിട്ടാറ് 20 റുപ്പീസാണ് കിട്ടാറ്. അത് സാറ്റർഡേ ഈവനിങ് മുതൽ സൺഡേ നൈറ്റ് വരെ 45 റുപ്പീസാണ് ചാർജ് കിട്ടിയത്. അപ്പോൾ കുറേ ആൾക്കാർ ലേറ്റ് നൈറ്റൊക്കെ നിന്ന് വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. കുറേ എമൗണ്ട് വല്ലപ്പോഴല്ല നമുക്ക് ഇങ്ങനെ ചാർജ് കിട്ടാന്ന് പറഞ്ഞിട്ട് ലേറ്റ് നൈറ്റൊക്കെ 2 മണി വരെ കുറേ പേര് നിന്ന് വർക്ക് ചെയ്തവരുണ്ടായിരുന്നു. ഞാൻ നിന്നിട്ടില്ല, ഞാൻ 10 മണിക്ക് നിർത്തുമായിരുന്നു. ബട്ട് വർക്ക് ചെയ്ത ഒരുപാട് പേരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഏണിങ്സ് ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞത്. ബട്ട് സ്വിഗ്ഗി ഇപ്പോൾ പറയുന്നത്, ഇന്ന് സ്വിഗ്ഗിയുടെ പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അതിൽ സ്വിഗ്ഗി പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു സാങ്കേതിക പ്രശ്നമാണ് അവരുടെ. അതുകൊണ്ട് ആ കിട്ടിയ ചാർജ് ഉണ്ടല്ലോ 25 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ കിട്ടിക്കാണല്ലോ, അത് നമ്മുടെ വരുന്ന പേ ഔട്ടുകളിൽ അവരത് പിടിക്കുമെന്നൊക്കെ പറയുന്നത്. എമൗണ്ട് മിനിമം ഒരു 325 റുപ്പീസൊക്കെ പിടിക്കുന്നതൊക്കെ പറയണം. ഇല്ലെങ്കിൽ നമ്മുടെ എത്രയാണ് നമുക്ക് എക്സ്ട്രാ കിട്ടിക്കണേ അത് നമ്മുടെ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. സോ ഈ ചാർജ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് ലേറ്റ് നൈറ്റിൽ നിന്ന് ഓടിച്ചവരൊക്കെ അവരെന്തിനായി ഓടിച്ച് വേസ്റ്റായി പോയി. 20 റുപ്പീസിനൊക്കെ ആണെങ്കിൽ ആരും നിൽക്കാറില്ല. അങ്ങനെ 45 എന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്ന ആൾക്കാർ ഞാനും പോലെ നിൽക്കുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ എനിക്ക് പറ്റിയില്ല. സൺഡേ ഞാൻ 8 മണിക്കൂർ വർക്ക് ചെയ്തത്. ലഞ്ച് ടൈമിൽ ഒരു 4 hours ആൻഡ് ഡിന്നർ ടൈമിൽ ഒരു 4 hours വർക്ക് ചെയ്തു. അങ്ങനെ 8 hours എനിക്ക് ഏകദേശം 2212 രൂപ മാത്രം ഓർഡർ പേ മാത്രം കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ ഒരു 240 റുപ്പീസ് ഇൻസെൻറ്റീവ്, ഏകദേശം ഒരു 2400 സംതിങ് റുപ്പീസോളമായി. പക്ഷേ സ്വിഗ്ഗി ഇപ്പോൾ അത് നമ്മുടെ നിന്ന് പിടിക്കുന്നതൊക്കെ പറയണ്. എനിക്കിന്ന് മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. സോ ഭയങ്കര മോശമായിപ്പോയി. പ്രശ്നമാണ്. ഓക്കെ, അവരൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കിട്ടിയിട്ട് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ട് സർച്ച് ആക്റ്റീവ് ആയിരുന്നതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് തന്നെ. അത് കണ്ട് നിന്ന് രാത്രി എല്ലാം കഷ്ടപ്പെട്ട് മഴയത്തൊക്കെ പോയി അതിപ്പോൾ അവർ തിരിച്ച് പിടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. 325 റുപ്പീസാണ് അവർ മിനിമം പറയണത്. ഇല്ലെങ്കിൽ നമ്മുടെ എമൗണ്ടും പോകും. മനസ്സിലാവും. സൺഡേ എനിക്ക് സാറ്റർഡേ ഈവനിങ് മുതൽ ഒരു 10 ഓർഡർ കിട്ടി. സൺഡേ ഞാൻ 20 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 30 ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. 30x25 എന്ന് പറയുമ്പോൾ ഏകദേശം 750 രൂപയൊക്കെ ആയി. ഇതൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏണിങ്സിന്, നമ്മൾ ഡെയിലി ഏണിങ്സിൻ്റെ ഒരു പാതിയോളം പോവുകയാണ്. അപ്പോൾ ഇന്നാണ് മെസ്സേജ് വന്ന്, നാളെ വർക്ക് ചെയ്താൽ അറിയാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ. പിന്നെ 1 lakh ചാലഞ്ച് മറന്നിട്ടില്ല. 1 lakh ചാലഞ്ച് അടുത്ത സൺഡേ 23 ആണെന്ന് തോന്നുന്നു. അല്ല, മൺഡേ 23 ആണെന്ന് തോന്നുന്നു. ജൂൺ 23ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്. 1 വീക്ക് പറ്റിയില്ല, കുറച്ച് വയ്യായിരുന്നു, അതുകൊണ്ട് ചെയ്തിട്ടില്ല. ഫുൾ ടൈം ഇറങ്ങലില്ല ഇപ്പോൾ. അപ്പോൾ 23 തൊട്ട് നമുക്ക് 1 lakh ചാലഞ്ച് തുടങ്ങാം. 60 ഡേയ്സിൽ 1 lakh ചാലഞ്ച്. ഓക്കെ, ബൈ.